അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുന്ന പുതിയ വാഹനങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സെഗ്മെൻ്റാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ഈഞ്ചക്കലുള്ള ഹുണ്ടായുടെ ഒരു ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹുണ്ടായുടെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഏത് വണ്ടിയാണ് ഹുണ്ടായുടെ ഏത് വണ്ടിയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഹുണ്ടായുടെ ഒരു വണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്. ഞാൻ എന്തായാലും ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എന്താണ് ഏത് വണ്ടിയാണെന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോകുന്ന വെഹിക്കിൾ എന്ന് പറയുന്നത് ക്രെറ്റയുടെ EV ആണ്. അപ്പം EVയുടെ എന്തായാലും ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ മുമ്പേ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പം ഈ ഗ്രിൽഡ് ക്ലോസ് ആയിട്ടുള്ള ഗ്രിൽഡാണ് വന്നിരിക്കുന്നത്. ക്രെറ്റേനേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്രില്ല് ഇത് ചെയ്തിട്ട് വന്നിട്ടുണ്ട്, ക്ലോസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചാർജിങ് പോയിന്റ് വരുന്നത് ഇവിടെയാണ്. ഒരു ഇലുമിനേറ്റഡ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് അതിൻ്റെ പോയിൻ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു 360 ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഹെഡ്ലൈറ്റൊക്കെ സെയിം തന്നെയാണ്. പിന്നെ DRL LED ലൈറ്റ്സ് ഇതിൻ്റെ ഈ ജോയിൻറ്റിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ചെറിയ ലൈറ്റ്സൊക്കെ ജോയിൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് ഹെഡ് ലാമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രെറ്റയുടെ സെയിം തന്നെയാണ്, അതിൽ വലിയ മാറ്റമൊന്നുമില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിലും ഇവിടെയാണ് അഡാർ സെൻസറൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ഓപ്പണായിട്ട് വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ഓപ്പണായിട്ട് വന്നിട്ട് ഇത് എയർ സക്ക് ചെയ്തിട്ട് നമ്മുടെ ഇൻറ്റേർണൽ പാർട്സിലുള്ള എഞ്ചിനൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബ്ലീഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ചേഞ്ചസ് മാത്രമാണ് EVക്ക് ഉള്ളത്. ബാക്കിയെല്ലാം ഈ ക്രെറ്റയുടെ ഒരു പോലെ തന്നെയാണ്, അതേ സെയിം മോഡലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രെറ്റയേക്കാളും 10 mm ലെങ്ത്തും 20 mm ഹൈറ്റും കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ക്രെറ്റയിൽ 190 ആണ്. 190 ഇപ്പോൾ ഇത് 200 mm ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 17 ഇഞ്ചിൻ്റെ എയറോ വീലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മിറർ കൊടുത്തിട്ടുണ്ട്, സൈഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയൊരു 360യുടെ ക്യാമറ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് സൈഡിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് EVയിൽ ഉള്ള വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 22 ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത്യാവശ്യമുള്ള നമ്മുടെ കേബിൾ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഇവിടെ ഇട്ടാൽ നമ്മൾ ബൂട്ടിലേക്ക് പെട്ടെന്ന് ഓടിപ്പോയിട്ട് എടുക്കണ്ട, ഇവിടെ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും ഈ EVയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ ഇത് പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള ടൈൽ ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവരുടെ ഐക്കണായിട്ടുള്ള ക്രെറ്റയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിക് ബാഡ്ജും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഗ്രില്ല് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ റിവേഴ്സ് ലാമ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ റിവേഴ്സ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ്. ബാക്കിൽ വലിയ ചേഞ്ചസ് ഒന്നും കൊടുത്തിട്ടില്ല. സെയിം നമ്മുടെ ക്രെറ്റയുടെ ഒരു സ്റ്റൈലിഷ് തന്നെയാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ബൂട്ട് സ്പേസ് നമുക്ക് നോക്കാം. ഈ ബൂട്ട് സ്പേസിൽ 433 ലിറ്ററാണ് ഇതിൽ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. അത് സെയിം ക്രെറ്റയുടെ തന്നെയാണ്, അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല കമ്പനി. അപ്പം 433 ലിറ്ററാണ് ഇതിൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഇവിടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് വൈസും ബാക്ക് വൈസും നോക്കുവാണെന്നുണ്ടെങ്കിൽ ലുക്ക് വൈസ് സൂപ്പറാണ് കേട്ടോ. നല്ല ക്രെറ്റയുടെ സെയിം ഏകദേശം നമുക്ക് ക്രെറ്റയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇലക്ട്രിക്കിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഇതിൽ വരുത്തിയിട്ടുള്ളൂ. പക്ഷെ എന്തായാലും നല്ല സ്റ്റൈലിഷ് വണ്ടി തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇൻറ്റീരിയർ കാണുന്നതിന് മുമ്പെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ NFC ആക്ടിവേഷൻ. നമുക്ക് ഈ ഫോണിൽ നമ്മുടെ ഫോണിൽ NFC ആക്ടിവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ആപ്പാണ്. അത് ആക്ടിവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ വഴി തന്നെ നമുക്ക് നമ്മുടെ വെഹിക്കിൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ സീറ്റാണ്. നമ്മളിത് വണ്ടി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ സീറ്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയർ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇൻറ്റീരിയർ കാണാം. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8-A ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ലെതർ ടൈപ്പൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കാണുമ്പോൾ തന്നെ ഒരു എലഗൻറ്റ് ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷനും ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിത്
എല്ലാം നമുക്ക് ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും ബാക്കിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. A2A ഇലക്ട്രിക്കലി സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. ഉണ്ടോ? ഇതിൻ്റെ ഡോറിൽ തന്നെ ഇത് നമുക്കിപ്പോൾ ഇവിടെ കാണാം. ഈ പവർ കൺട്രോൾ സിസ്റ്റമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ പവർ ഗ്ലാസിൻ്റെ ഇതൊക്കെ കൊടുത്തു. കൺട്രോളും മൊത്തം ഇവിടെയാണ്. ഇവിടെയും അതേപോലെ തന്നെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് ബട്ടണൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ ക്രെറ്റയിൽ ഒരു എച്ച് ഷേപ്പായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു ഇതായിട്ടല്ല, വേറെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ലെതർ കോട്ടഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയൊരു എച്ചൊക്കെ എഴുതിയിട്ടുണ്ട്, എച്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ നോർമലി ക്രെറ്റയിലുള്ളതൊക്കെ തന്നെയാണ്. വോളിയം കീ കൺട്രോളും അതുപോലെ തന്നെയൊക്കെയാണ് ഉള്ളത്. അപ്പം സ്റ്റിയറിംഗ് പക്ഷേ ഒരു നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്കി കൺട്രോളും കാര്യങ്ങളൊക്കെ ട്രാൻസ്മിഷൻ ഇവിടെയാണുള്ളത്. ഇതിൽ നമുക്കിതിപ്പോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പാർക്കിംഗ് മോഡിലാണുള്ളത്. നമുക്ക് അല്ലാതെ ഇപ്പം ഈ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കിപ്പം ഏതാണോ വേണ്ടത്, ഇപ്പം റണ്ണിങ് വരുന്ന സമയത്ത് ഇത് കൊടുക്കുക, കൊടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ റിവേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെയാണ് ഇതിൻ്റെ ഒരു കൺട്രോൾ മൊത്തം കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഡാഷ്ബോർഡിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ ഒരു ക്വാളിറ്റി പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 10.25 ഇഞ്ചിൻ്റെ ഡുവൽ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രൽ കൺസോളിംഗ് ആണ്. ഈ സെൻട്രൽ കൺസോൾ എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു ഫ്ലോട്ടിംഗ് ടൈപ്പ്, നല്ല ഡിസൈനൊക്കെ ആയിട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ലൊരു ഫ്ലോട്ടിംഗ് ടൈപ്പ് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഇവിടെ കുറേ കൺട്രോളും കാര്യങ്ങളും, ക്യാമറയുടെ നമ്മുടെ 360 ക്യാമറയുടെ കാര്യങ്ങൾ, അതുപോലെ ഡ്രൈവ് മോഡ് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് ഹോൾഡ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈസിലാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് കുറച്ച് ചെറുതും പിന്നെ ഒന്ന് ഹൈറ്റ് കൂടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ആം റെസ്റ്റ് ഉണ്ട്. ആം റെസ്റ്റ് നല്ല ലെതർ ടൈപ്പാണ്. അതിന് താഴെ തന്നെ ചെറിയൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോറേജ് ശരിക്കും കോൾഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ചിൽഡാകും. ഇപ്പം നമ്മൾ എന്തെങ്കിലും സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് തണുത്തിട്ട് കിട്ടും. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ബോക്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതും കോൾഡ് ടൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ AC വിൻഡോ ഉണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു സ്പേസ് നമുക്ക് അത്യാവശ്യം മൊബൈലോ എന്തെങ്കിലും വെക്കാനുള്ളൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും കോൾഡാണ്. പിന്നെ ഇവിടെ നോർമലി നമ്മൾ ഇതിലൊക്കെ ഉള്ളതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം അത് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ശരിക്കും ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി, അല്ലെങ്കിൽ ഇതാക്കി തോന്നിയിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് ഒരു സെൻട്രൽ കൺസോൾ തന്നെയാണ് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിട്ട് നമുക്ക് ഏത് മോഡലിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് ഇവിടെ നമുക്ക് ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. ഈ ക്രെറ്റ അവകാശപ്പെടുന്നത് ഏറ്റവും എന്താ പറയുക, ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റിയർ സീറ്റ് എന്നാണ് ക്രെറ്റ അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെയാണ് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും കാണുന്നുണ്ട്. നല്ല നമുക്ക് ഹെഡ് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഫൂട്ടിൻ്റെ ഭാഗം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ലെഗ് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നല്ലൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഭയങ്കര കൺജസ്റ്റഡ് അല്ല, നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു ആംബ്രസ്റ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിവിടെ ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ട്രേയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ട്രേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് 2 സീറ്റിലും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ട്രേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെറിയൊരു കപ്പ് ഹോൾഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയർ സീറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പേസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു സുഖമായിട്ടൊരു 2 പേർക്ക് അല്ലെങ്കിൽ 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന അത്രയും നല്ല സ്പേഷ്യസ് ആയിട്ട് ഉണ്ട്. നല്ല അതേപോലെ തന്നെ നോർമലി കാണുന്ന പോലെ തന്നെ നമ്മുടെ ചാർജർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ AC വിൻഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റിയർ സീറ്റ് തന്നെയാണ് ഇതിൽ നമ്മുടെ ക്രെറ്റ EVയിലുള്ളത്. ഇതിൻ്റെ നമ്മൾ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 2 ടൈപ്പ് ബാറ്ററിയാണ് വരുന്നത്. ഒന്നാമത്തെ ബാറ്ററി എന്ന് പറയുന്നത് 51.4 kW ബാറ്ററി. അത് 171 HP പിന്നെ അതേപോലെ തന്നെ 255 ml പോർക്കുമാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. 173 km പെർ അവർ കമ്പനി പറയുന്നത്. 0 to 100 7.9 സെക്കൻഡ്സ് കൊണ്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ബാറ്ററി എന്ന് പറയുന്നത് 42 kW ആണ്. 135 HP അതേപോലെ തന്നെ 255 ml ആണ് പോക്ക് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൻ്റെ ക്ലെയിംഡ് റേഞ്ച് എന്ന് പറയുന്നത് 390 km ആണ്. ആദ്യത്തെ ബാറ്ററിയുടെ ക്ലെയിംഡ് റേഞ്ച് എന്ന് പറയുന്നത് 473 km ആണ് കമ്പനി നമുക്ക് പറയുന്നത്.
പിന്നെ ഇതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം, ക്രെറ്റ ഇലക്ട്രിക്കിന്റെ പ്രീമിയം എക്സലൻസ് മോഡലുകൾ പോലെയുള്ള ഉയർന്ന വേരിയന്റുകളിൽ ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചറായി പനോരമിക് സൺറൂഫും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഡ്രൈവിംഗ് മോഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറയാനുള്ളത് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ്. പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ്, കാരണം നമുക്ക് നല്ല ബാലൻസ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്താണ് കേട്ടോ, നല്ല, കാരണം നമ്മൾ അറിയണത് പോലുമില്ല, അതേപോലെ തന്നെയാണ് നല്ല ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് സസ്പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഒരു പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മെയിനായിട്ട് 3 മോഡാണുള്ളത്. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ മോഡ് തന്നെയാണ്, അത് കൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കോ, പിന്നെ സ്പോർട്ട്. ഈ 3 മോഡാണ് ക്രെറ്റ EVക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് വരുത്താൻ പറ്റും. ഇനി ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഇത് കണ്ട നല്ല സ്മൂത്താണ് കേട്ടോ, നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഹുണ്ടായുടെ തന്നെ i20 സെയിം തന്നെയാണ് ഇതിൻ്റെ ഒരു സീറ്റ്, നമ്മുടെ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല സ്മൂത്താണ്. ഇപ്പം നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസറും കൂടെ കിടക്കുന്നതുകൊണ്ട് നല്ല ബാലൻസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ പോകാൻ പറ്റും. കൈവിട്ടിട്ട് ഒരിക്കലും ഡ്രൈവ് ചെയ്യരുത്, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് നല്ല ബാലൻസിങ് ആണ് സ്റ്റിയറിങ്ങിൻ്റെത്. ഈ നമ്മുടെ വെഹിക്കിളിൻ്റെ വാറണ്ടിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷവും അൺലിമിറ്റഡ് കിലോമീറ്ററുമാണ് കമ്പനി പറയണത്, വണ്ടിയുടെ വാറണ്ടി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബാറ്ററിയുടെ വാറണ്ടി ആണെന്നുണ്ടെങ്കിൽ 8 വർഷവും 1,60,000 കിലോമീറ്ററാണ് കമ്പനി പറയണത്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ തന്നെയാണ്. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും, എന്ന് വെച്ചാൽ 18 വയസ്സ് കഴിയണം കേട്ടോ, 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും വളരെ സ്മൂത്തായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് ക്രെറ്റയുടെ EV. ശരിക്കും നല്ല സ്മൂത്താണ് കേട്ടോ, നമ്മളിപ്പോൾ ഈ പോകുന്ന സംഭവങ്ങളൊന്നും അറിയുന്നത് പോലുമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഡാഷ്ബോർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നന്നായിട്ടുള്ള വിസിബിലിറ്റിയാണ് നമുക്ക്, കറക്റ്റ് സീറ്റിംഗ് പൊസിഷനും അതേപോലെ തന്നെ എല്ലാം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഹുണ്ടായുടെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ക്രെറ്റയുടെ EV ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്, ലുക്ക് വൈസ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിലും ഡ്രൈവ് മോഡാണെന്നുണ്ടെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള വണ്ടി തന്നെയാണ്. 473 കിലോമീറ്റർ ആണ് നമുക്ക് ലോങ് ഡിസ്റ്റൻസിലൊക്കെ പറയണത്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും എളുപ്പം എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തായാലും അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വണ്ടിയെ കുറിച്ചിട്ടും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും തൽക്കാലം ടാറ്റ, ബൈ ബൈ.